മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്ത NIAയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ. അത് പറയാം. ബൈബിളിൽ യഹോവയുടെ ഒരു അരുളപ്പാടുണ്ട്, വളരെ പ്രസിദ്ധമാണ്. നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെ ഇറക്കും. വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ്, ബിബ്ലിക്കലാണ്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്തൊരു മെട്രോ സിറ്റിയിൽ ബോംബ് സ്ഫോടനം നടത്താൻ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു. ആ ചെറുപ്പക്കാർക്ക് ബോംബ് ഉൾപ്പെടെയുള്ള എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്തു. എന്നിട്ട് അയാൾ നാട് വിട്ടുപോയത് എവിടേക്കെന്നറിയോ? റുവാണ്ടയിലേക്ക്, ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലേക്ക് പോയി. റുവാണ്ടൻ പൗരനാണ്. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക? ഒരു രക്ഷയില്ല. റുവാണ്ടയ്ക്ക് പോയി, അവനെ എങ്ങനെ പിടിക്കും? പക്ഷേ NIA വിട്ടില്ല. NIA റുവാണ്ടയിൽ നടത്തിയ ഒരു ഓപ്പറേഷൻ. റുവാണ്ടയിൽ നിന്ന് ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു നഗരമായ ബംഗളൂരുവിൽ ബോംബ് സ്ഫോടനം നടത്തി നമ്മുടെ ജനങ്ങളെ കൊല്ലാൻ ശ്രമിച്ചവനെ അവൻ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും താഴെ ഇറക്കുമെന്ന് പറഞ്ഞ ബൈബിൾ വചനം പോലെ അവനെ അവിടെ നിന്ന് NIA പൊക്കി ഇവിടെ കൊണ്ടുവന്നു. അവൻ്റെ പേര് സൽമാൻ റഹ്മാൻ ഖാൻ. പത്രത്തിൽ കണ്ടായിരുന്നോ? അങ്ങനെ വാർത്ത കണ്ടേയില്ല. അതാണ് സംഭവം. ഇന്ന് വരേണ്ട വാർത്തയാണ്, ഇന്ന് വന്നിട്ടില്ല. അപ്പോൾ സൽമാൻ റഹ്മാൻ ഖാൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അയാളുടെ സാധാരണ ഇത്തരം ആളുകൾക്ക് ചെയ്യുന്ന ഒരു സ്ഥിരം കലാപരിപാടിയാണ് കുട്ടികളെ പീഡിപ്പിക്കൽ. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ചെറിയ പെൺകുട്ടിയെ. അതിൻ്റെ പേരിൽ ഇയാളെ ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. പരപ്പന അഗ്രഹാര ജയിലിലടച്ച് കഴിയുമ്പോൾ ജയിലിൽ വെച്ച് ഇയാളൊരാളെ കണ്ടുമുട്ടി. ലഷ്കർ-ഇ-തയ്യബയുടെ കമാൻഡർ തടിയൻ്റെ വിട നസീർ. അങ്ങനെ നസീറുമായിട്ട് സൗഹൃദം ഉണ്ടാവുന്നു. നസീറുമായിട്ട്, അപ്പോൾ ഇയാളും ഇസ്ലാമിക തീവ്രവാദിയാണ്. നസീറുമായിട്ട് ബന്ധപ്പെടുന്നു. ലഷ്കറിനോട് പണ്ടേ അനുഭാവം ഉണ്ടായിരുന്നു സൽമാൻ റഹ്മാൻ ഖാന്. അപ്പോൾ പോക്സോ കേസിൽ സ്വാഭാവികമായും കുറേ കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി. അയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ട് ഇയാൾ ചെയ്തത് ബാംഗ്ലൂർ നഗരത്തിൽ, അതായത് കഴിഞ്ഞ 2023 തുടക്കത്തിൽ ബോംബ് സ്ഫോടന പരമ്പരകൾ നടത്താൻ തീരുമാനിച്ചു. തടിയൻ്റെ ഇവിടെ നസീറിൻ്റെ പ്രേരണ കൊണ്ടാണ്. അതിനു വേണ്ടിയിട്ട് സ്ഫോടന സാമഗ്രികൾ സംഘടിപ്പിച്ചു. നമ്മൾ ഓർക്കുന്നില്ലേ രാമേശ്വരം കഫേയിലെ ബോംബ് സ്ഫോടനം? അതെ. അങ്ങനെ ചില ബോംബ് സ്ഫോടനങ്ങളൊക്കെ ഉണ്ടായി. അതിനു വേണ്ടിയിട്ടുള്ള ആയുധങ്ങളല്ല, എക്സ്പ്ലോസീവ് സ്ഫോടക വസ്തുക്കൾ സംഘടിപ്പിച്ച് ഇതിന് കുറേ ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു. പക്ഷേ ഇവൻ്റെ ഈ സ്ഫോടന പരമ്പര റിയലൈസ് സാധിക്കുന്നതിന് മുമ്പ് NIA പൊക്കി. NIA വന്ന് പിടിമുറുക്കി. ബാക്കി ഈ റിക്രൂട്ട് ചെയ്ത ചെറുപ്പക്കാർ പിടിയിലായതോടെ ഇയാൾ ഇന്ത്യ വിട്ട് നേരെ റുവാണ്ടയ്ക്ക് പോയി. റുവാണ്ടയിൽ സുരക്ഷിതമായിരിക്കുക. ഇപ്പോൾ 5 ചെറുപ്പക്കാരെ അന്ന് പിടികൂടിയത്. ഈ 5 ചെറുപ്പക്കാരെ കഴിഞ്ഞ 2023 ജൂണിലാണ് പിടികൂടിയത്. അപ്പോൾ ജൂണിൽ ഇയാൾ സ്ഥലം വിട്ടതാണ്, 2023. അപ്പോൾ 1 വർഷം ആകാൻ ഇനി ഏതാനും മാസങ്ങൾ കൂടി. 8-9 മാസം കൊണ്ട് ഇവൻ അവിടെ സുരക്ഷിതനായി റുവാണ്ടയിൽ അവൻ്റെ സ്വന്തം രാജ്യത്ത് ഒളിവില്ല. രാജ്യത്ത് അവൻ സ്വാഭാവികമായി നിൽക്കുമായിരുന്നു. പക്ഷേ NIA വിട്ടില്ല. NIA എന്ത് ചെയ്തു? ഇവിടെ റുവാണ്ട ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന അവിടുത്തെ NIA പോലത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു. ഇൻ്റർപോളുമായി ബന്ധപ്പെട്ട് റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇങ്ങനത്തെ നമ്മുടെ നാട്ടിൽ മുമ്പ് പതിവില്ലാത്തതാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് അവൻ നാട് വിട്ട് അവൻ പിന്നെ അവൻ്റെ നാട്ടിൽ പോയി രക്ഷപ്പെട്ടു. പക്ഷേ പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ആ സംഭവത്തിൻ്റെ സ്ഫോടനം സംഭവിച്ചില്ല, പൊട്ടിത്തെറി ഉണ്ടായില്ല, ആളുകൾ കൊല്ലപ്പെട്ടില്ല. പക്ഷേ അതിനുവേണ്ടി ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ബോംബടക്കമുള്ള സാമഗ്രികൾ കൊടുക്കുകയും ചെയ്ത ആളെ തേടിപ്പിടിച്ച് ആഫ്രിക്കയിൽ ചെന്നു അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ സമീപകാലത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്ത ഒരു കേസിൽ രക്ഷപ്പെട്ടുപോയ പ്രതിയെ തിരിച്ചു കൊണ്ടുവരാൻ NIA നടത്തിയൊരു ഓപ്പറേഷൻ. സത്യത്തിൽ നമ്മൾ ഈ തിരുട്ട് ഗ്രാമത്തിൽ പോയി കള്ളന്മാരെ പിടികൂടുന്ന പോലീസിൻ്റെ കഥ സാഹസികമാണ്. അവർ പിന്നാലെ പോകുന്നു, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ജീവൻ പോലും തിരിച്ചു കിട്ടുകയില്ല. അങ്ങനെയുള്ള പോലീസുകാരുടെ കഥകളൊക്കെ നമ്മുടെ പത്രങ്ങളിലൊക്കെ ഫീച്ചർ പോലെ പരമ്പരയായിട്ടൊക്കെ വരും അല്ലേ? നമ്മുടെ ഓഫീസർമാരുടെ ഫോട്ടോയൊക്കെ വെച്ചത് നല്ല കാര്യം. തീർച്ചയായും നമ്മുടെ കേരള പോലീസ് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ബംഗാളിലോ ബീഹാറിലോ ഒക്കെ പോയി കള്ളന്മാരുടെ ഗ്രാമത്തിൽ പോയി ആ പ്രതികളെ പിടിച്ചുകൊണ്ട് വരുന്നത്, കള്ളന്മാരുടെ ഗ്രാമത്തിലല്ല കൊലപാതകളെയൊക്കെ പിടിച്ചുകൊണ്ട് വരാറുണ്ട്. ഇവിടെ ക്രൈം ചെയ്യുന്നവരെ ബംഗാളിലും ഒക്കെ പോയി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. വലിയ പ്രശംസനീയമായ സാഹസികമായ അഭിനന്ദിക്കേണ്ട നേട്ടം തന്നെയാണ്. അത് ചെയ്യണം. പക്ഷേ NIA ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തി എന്താ വരാത്തത്? പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 2-നാണ് NIA റിക്വസ്റ്റ് പ്രകാരം റെഡ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഇയാൾക്കെതിരെ UAP ഇവിടെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ആയുധ നിയമപ്രകാരം കേസുണ്ടായിരുന്നു.
പിന്നെ എക്സ്പ്ലോസീവ് സ്ഫോടക വസ്തു നിയമപ്രകാരം കേസുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ബാംഗ്ലൂർ പോലീസാണ് ഈ ഒക്ടോബർ 25 ഇയാൾക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് ഈ ബാംഗ്ലൂർ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് NIA ഏറ്റെടുത്തിട്ട് ഈ ഒക്ടോബർ 25 ഏറ്റെടുത്തത്. ഇന്നിപ്പോൾ നവംബർ 29 ആവുന്നേ ഉള്ളൂ. ഒറ്റ മാസം കൊണ്ട് ബാംഗ്ലൂർ പോലീസ് 1 വർഷം ഇട്ട് കളിച്ച് ഈ കേസ് NIA ഏറ്റെടുത്ത് ഒറ്റ മാസം കൊണ്ട് പ്രതിയെ റുവാണ്ടയിൽ പോയി പൊക്കി NIA തിരിച്ചു കൊണ്ടുവന്നു. സത്യത്തിൽ NIA നടത്തിയ ഈ ഓപ്പറേഷനെക്കുറിച്ച് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ എന്തുകൊണ്ടാണ് ഫീച്ചറുകൾ വരാത്തത്? അല്ലെങ്കിൽ വളരെ സാഹസികമായ ഓപ്പറേഷൻ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേരള പോലീസൊക്കെ നടത്തിയിരുന്നെങ്കിൽ വലിയ വാർത്തയല്ല. കേരള പോലീസ് നടത്തിയതൊക്കെ നമ്മൾ അംഗീകരിക്കണം. അതിനകത്ത് സാഹസികതയുണ്ട്, അർപ്പണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അതുപോലെയല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോംബ് സ്ഫോടനം നടന്നു. അപ്പോൾ ആ നടന്നു കഴിഞ്ഞാൽ എത്രയോ നിരപരാധികൾ ചിലപ്പോൾ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാകും. ഒപ്പം പറയുന്നത് എന്താ? കേന്ദ്ര സർക്കാരിൻ്റെ പരാജയം. വീണ്ടും ബോംബ് സ്ഫോടനങ്ങൾ രാജ്യത്ത് ആവർത്തിക്കും. കേന്ദ്ര സർക്കാർ പറയില്ല, കാരണം ഇതിനകത്ത് ഇസ്ലാമിക തീവ്രവാദിയല്ലേ. ഇസ്ലാമിക തീവ്രവാദിയെ പിടിക്കാതിരുന്ന അത്ര നല്ല കാര്യം. അല്ല, പിടിച്ചില്ല. ഈ ഞാൻ പറയുന്നത് ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ മോദി രാജിവെക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള അത്രയും വലിയ പ്രശ്നമാണ്. അതിനെ കൃത്യസമയത്ത് നമ്മൾക്ക് ഈ അങ്ങനെ ഒരു സംഭവം നടക്കാതെ മാറ്റി. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രതിയെ തേടി പിടിച്ച് ഒരു ആഫ്രിക്കൻ രാജ്യത്ത് പോയി പിടിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമുക്ക് കേട്ടിട്ട് പോലുമില്ല. അപ്പം ഭയങ്കര മാതൃകാപരമായ, അല്ലെങ്കിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പം സമീപകാലത്ത് ഈ മോദി പറഞ്ഞൊരു കാര്യമില്ലേ, നമ്മളെ ആക്രമിച്ചാൽ നമ്മൾ വീട്ടിൽ കയറി അടിക്കും. അതാണ് കറക്റ്റ് അല്ലേ? വീട്ടിൽ കയറി അടിക്കും. ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ദോഷം ഉണ്ടാക്കിയ വീട്ടിൽ കയറി അടിക്കും എന്ന് പറയുന്ന ഒരു നിലപാടുള്ള സർക്കാർ വന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ ഇങ്ങോട്ട് വെടിവെക്കുന്നില്ലല്ലോ. ഇല്ല. കാരണം അവർ ചിലപ്പോൾ ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മഴയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് പേടിയുണ്ട്. ഒരു റോസാപ്പൂ തന്നാൽ ഒരു പൂന്തോട്ടം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ്. അതിർത്തിയിലെ ഷെല്ലിംഗ് ഇല്ല. എത്ര കാലമായി? വളരെ കുറഞ്ഞു. അപ്പം നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പത്രങ്ങളിൽ ഓർക്കുന്നില്ല, ഒരു മോദി വരുന്നതിന് മുമ്പ് അതിർത്തിയിൽ പൂഞ്ചിൽ വെടിവെപ്പ്, രജോരിയിൽ വെടിവെപ്പ്, പാക് ഷെല്ലാക്രമണം, 2 പേർക്ക് പരിക്ക്. നമ്മൾ എപ്പോഴും നോക്കുന്നത് കേരളത്തിൽ ഏതെങ്കിലും ജവാൻ കൊല്ലപ്പെട്ടു. കാരണം നമ്മളെ എപ്പോഴും ഒരു കാര്യമായിരുന്നില്ല. അല്ല, എല്ലാ ദിവസവും മാസത്തിലൊരു ജവാനെങ്കിലും വീതം കൊല്ലപ്പെട്ടു. കഴിഞ്ഞ 10-11 മാസമായിട്ട് അല്ല, കഴിഞ്ഞ 10-11 മാസമായിട്ടില്ല, കഴിഞ്ഞ 2 വർഷവും ഇപ്പോൾ 10 വർഷം പൂർത്തീകരിച്ച് 2-3 മാസം കഴിയുന്നു. ഈ കാലയളവിൽ അതിർത്തിയിൽ വെടിവെപ്പുണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ തിരിച്ചടി അങ്ങോട്ട് കൊടുത്തു. അതിന് കാരണം എന്നറിയാമോ? നമ്മുടെ പട്ടാളത്തിന് നേരത്തെ അതിർത്തിയിൽ ഒരു പ്രകോപനം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളത് മോളിൽ നിന്നുള്ള ഉത്തരവാണായിരുന്നു. അത് മാറ്റിയിട്ട് അതത് യൂണിറ്റുകൾക്ക് അവിടെ തീരുമാനിക്കാം എന്നുള്ള സ്പോട്ടിൽ തിരിച്ചടി ഡീസെൻട്രലൈസ് ചെയ്തു. അത് അധികാരം ഡൽഹിക്ക് ചോദിക്കണമായിരുന്നു. അവരവരെ അടി കഴിഞ്ഞാൽ അവരവരെ വീട്ടിൽ പോകും. അപ്പോൾ നമ്മളെ വെടിവെക്കുന്ന അതിർത്തിയിലിരുന്ന പാകിസ്ഥാൻ റേഞ്ചർമാരാണ് ഇങ്ങോട്ട് വെടിവെക്കുന്നതെങ്കിൽ അവർ നമ്മുടെ BSFൻ്റെ ഔട്ട് പോസ്റ്റ് നേരെ അല്ലെങ്കിൽ ബങ്കറിന് നേരെ വെടിവെച്ചു. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം സാർ എന്നും പറഞ്ഞ് അപേക്ഷ എഴുതി അയച്ച് ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ട സാറന്മാർ കണ്ട് ഒപ്പിട്ട് വരുമ്പോൾ ആ ബങ്കറിലിരുന്ന് നമ്മളെ വെടിവെച്ചാൽ ഡ്യൂട്ടി മാറി കാണും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നമ്മളെ ഇങ്ങോട്ട് തന്നാൽ എന്ത് ചെയ്യണം എന്നാൽ അപ്പോൾ അവിടെ തന്നെ തീരുമാനിക്കാം. അതാണ് മോദി വരുത്തിയ മാറ്റം. മോദിയുടെ കാലത്ത് വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എനിക്ക് ഇപ്പോഴും എൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. അപ്പോൾ അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ വെടിയേറ്റ് വീഴുന്ന ആളുകളുടെ അവസ്ഥ, നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഖാവാണ്, യുദ്ധത്തിന് പോകുന്ന, അതിർത്തി പോകുന്ന അയാൾ ചിലപ്പം വെടിയേറ്റ് വീഴുന്ന കൂട്ടത്തിലുള്ള ആ സഹപ്രവർത്തകനെ മടിയിൽ വാരിയെടുത്ത് വെക്കേണ്ടി വരുന്ന, മടിയിൽ കിടന്ന് കണ്ടടയ്ക്കേണ്ടി വരുന്ന ധീരജവാന്മാരുടെയൊക്കെ അനുഭവം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്, ഈ വെടി കൊള്ളാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ബുള്ളറ്റ് പ്രൂഫോ എല്ലാം പട്ടാളക്കാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പോയാൽ മരിക്കുകയാണ്, വേറെ ഷർട്ട് മാത്രമേ ഉള്ളൂ, യൂണിഫോം മാത്രമേ ഉള്ളൂ, വെടിയുണ്ട നേരെ തുളച്ചകത്തോട്ട് കയറുകയാണ്. ചങ്കും ഹൃദയവും കരളും ഒക്കെ തകർന്ന് ആൾ മരിക്കുക, അല്ലെ തലയിൽ വെടിയേക്കുന്നു. ഇപ്പം മോദി വന്നതിന് ശേഷം ആദ്യത്തെ മോദി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 5 ലക്ഷം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങി. അതിന് ശേഷമുള്ള കണക്ക് എനിക്കറിയില്ല. ആദ്യത്തെ ഫസ്റ്റ് ടൈമിൽ തന്നെ ആദ്യത്തെ 5 വർഷം തന്നെ 5 ലക്ഷം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വാങ്ങി. ഇപ്പം നമ്മൾ നോക്കൂ, ഈ CRPF അടക്കമുള്ള ആളുകൾ, ഞാൻ പട്ടാളത്തിനെ കുറിച്ച് അല്ല പറയുന്നത്, പട്ടാളം കഴിഞ്ഞിട്ടാണല്ലോ CRPF. അതെ. ഇപ്പോൾ CRPF അടക്കമുള്ള ആളുകളുടെ യൂണിഫോമിൽ അവർ ഈ മിലിറ്ററി ഡിസൈനുള്ള ബുള്ളറ്റ് പ്രൂഫ് ഇട്ടാണ് നിൽക്കുന്നത്, CRPF ഭടന്മാരുൾപ്പെടെ. അപ്പോൾ വളരെ വ്യാപകമായി നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ മേടിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യം കിട്ടി ഒരു 10-65 വർഷക്കാലം പട്ടാളക്കാർക്ക് വെടിയുണ്ട വന്നാൽ തടയാൻ സ്വന്തം ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വലിയ ഈ നയപരമായ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ മോദിയുടെ കാലത്ത് വന്നു.
അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട സൽമാൻ ഖാനെ അവൻ്റെ നാട്ടിൽ പോയി വേട്ടയാടി പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇവിടെ ശിക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സൽമാൻ റഹ്മാൻ ഖാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദിയാണ് അവിടെ പോയി പിടിച്ചത്. അവൻ്റെ പേര് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ പത്രങ്ങളിൽ വലിയ ഫീച്ചറുകൾ വരാത്തതെന്ന് കരുതുന്നു. ഏതായാലും അയാളുടെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ആ വീഡിയോ നമ്മൾ ഇതിനൊപ്പം ചേർക്കുന്നു. കാരണം നമ്മൾ അത്ഭുതമൊന്നും തോന്നിയില്ല. നമ്മുടെ മനസ്സിലൊരു പരമ്പരാഗത തീവ്രവാദിയുടെ ചിത്രം ഉണ്ടല്ലോ, ആ താടിയും ആ വേഷവും ഒക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പം ഇവിടെ നമ്മുടെ നാട്ടിലെ ഏതോ സ്കൂളിൽ ഒരു നാടകത്തിൽ തീവ്രവാദിയുടെ വേഷം ബന്ധപ്പെടുത്തിക്ക് ഒരു തലയിൽ ടർബനൊക്കെ കെട്ടി കാണിച്ച്, ടർബനല്ല കഫിയ പോലത്തെ ഒരു സാധനം കെട്ടി തീവ്രവാദിയെ അവതരിപ്പിച്ചപ്പോൾ അത് ഒരു മതത്തെ ആക്ഷേപിക്കാനാണെന്ന് പറഞ്ഞ ആളുകൾ ഈ വീഡിയോ ഒന്ന് കാണണം. സൽമാൻ റഹ്മാൻ ഖാനെ ഒന്ന് കണ്ടിട്ട് ഒരു തീവ്രവാദിയുടെ രൂപം എങ്ങനെ ഇരിക്കും എന്നാലോചിക്കണം. ഒരു കുട്ടിയോട്, ഒരു ചിത്രകാരനോട് ഒരു തീവ്രവാദിയെ വരയ്ക്കാൻ പറഞ്ഞാൽ അയാൾ എങ്ങനെയായിരിക്കും വരയ്ക്കുക എന്നതിൻ്റെ ക്ലാസിക്കൽ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന റുവാണ്ടൻ തീവ്രവാദിയുടെ ചിത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.